ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരാൾ പോലും ഫുഡ് കഴിക്കാൻ വിളിക്കാതെ വീട്ടിൽ എന്നെ പോലെ ചൊറിയും കുത്തി ഇരിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എന്നെ ആരും വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, ഒരു തമാശയ്ക്ക് പോലും പറഞ്ഞില്ല ഫുഡ് കഴിക്കാൻ വരണമെന്നുള്ളത്. തമാശയായിട്ടാണെങ്കിലും ഞാനിത് കാര്യമായിട്ട് എടുത്ത് വന്നേനെ. നാളെ കുറച്ച് എക്സ്ക്യൂസും പ്ലം കേക്കുമായിട്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ വന്ന വഴി ഓടിക്കൊള്ളു, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നിനും നിൽക്കരുത് കേട്ടോ, ദയവ് ചെയ്ത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നാളെ മുതൽ വരണ്ട. നിങ്ങളെ വിളിക്കൂന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ദേ ഇവിടെ തൊപ്പിയും ഡ്രസ്സും ഒക്കെ മേടിച്ച് എല്ലാം ഒരുങ്ങി റെഡി ആയിരുന്ന ആൾക്കാരുണ്ട്. അതറിയാവോ നിങ്ങൾ? അതെങ്കിലും നിങ്ങളൊന്ന് മാനിക്കണമായിരുന്നു. ഇനി ഇത് വെക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാണക്കേട് വരുത്തണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചത്. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല. ഇന്നിനി ഉച്ചയ്ക്ക് കാണാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട്, ബിരിയാണിയുടെ സ്റ്റോറി ഇടൽ, സ്റ്റാറ്റസ് ഇടൽ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, നാളെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കൊതിപ്പിട്ടും. അത്രേ ഉള്ളൂ പറയാൻ. അത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ജസ്റ്റ് ഒരു ഫോൺ കോൾ, ഇനി ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ കൃത്യസമയം ആകുമ്പോഴത്തേന് അങ്ങോട്ട് എത്തിക്കോളാം. ഇനി ചില ആൾക്കാരുണ്ട്, അവരൊക്കെ മറന്നു പോകും. ജോലി തിരക്കും പിന്നെ കുടുംബഭാരം ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ മറന്നു പോകും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കണം. ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെറുതായിട്ടൊരു കാര്യം മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റീലൊക്കെ ഒന്ന് ഷെയർ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് ഓർമ്മ വരും. ഇത് അയച്ചു കൊടുത്തിട്ട് മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ധരിക്കുന്ന ചില മണ്ണങ്ങളുണ്ട്. അവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? അടുത്ത ആഴ്ച നൈസായിട്ട് തൂക്കിക്കൊണ്ട് മന്തി കഴിക്കാനായിട്ട് പോകും. മന്തി കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം നോക്കി നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക. അപ്പോൾ അവർ പിന്നെ ബില്ല് കൊടുക്കുമോ അതല്ല പാത്രം കഴുകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.